السلام عليكم ورحمة الله وبركاته. لا شريك لك لبيك. പരിശുദ്ധ റൗളയിൽ കയറി നിസ്കരിക്കുവാനും രാജാവായ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. أشهد أن محمدا رسول الله أشهد أن محمدا رسول الله. എയർപോർട്ടിലേക്ക് അങ്ങോട്ട് വരും. അൽഹംദുലില്ലാ ഒരു വാഹനത്തിൽ എല്ലാവരും ഉണ്ട്, സന്തോഷമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ മഹലിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അനീസ് എന്ന് പറയുന്ന ഒരാളുടെ ഡ്രൈവർ അവൻ്റെ വാഹനത്തിലാണ് പോകുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കോട്ടപ്പാടം വന്ന് വാഹനം പോകുമ്പോൾ ഇനി അവനേറ്റ് പോവുള്ളൂ. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സാധാരണ നാട്ടിൽ നിന്നാണ് വാഹനം പുറപ്പെടാറ്. ഇപ്രാവശ്യം ഇവിടെ നിന്നാണ് ജോലി ചെയ്യുന്ന ഭാഗത്താണ് കൂടുതൽ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പുറപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് യാത്രയുടെ നീളം നമ്മുടെ റയ്യാൻ ഉംറ ഗ്രൂപ്പിനും റയ്യാൻ സ്വലാത്ത് ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നല്ല ബന്ധമായിരിക്കും ഇൻഷാ അല്ലാഹു തആല. ഒരുപാട് അൽഹംദുലില്ലാ നമ്മൾ ബുറാക്ക് സംഘത്തിൻ്റെ ബോർഡിങ് കഴിഞ്ഞ് ഇനി എമിഗ്രേഷന് വേണ്ടി പോവാണ് കേട്ടോ. ബോർഡിങ് കഴിഞ്ഞിരിക്കണം, എമിഗ്രേഷന് വേണ്ടി പോവാണ്. അൽഹംദുലില്ലാ ബോർഡിങ് എല്ലാവരും ഉഷാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എമിഗ്രേഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് നമ്മൾ ബുറാക്ക് സംഘം. അൽഹംദുലില്ലാ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ പിന്നെ ഇതേ കളറിലെ തട്ടല്ലേ വേറെ ടീമുണ്ട്, സമാന ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മളതിൻ്റെ ബാക്കിലൊരു മഞ്ഞക്കെട്ടുണ്ടായതുകൊണ്ട് അയിമ എന്താണ് പെട്ടെന്ന് അറിയും. അങ്ങനെ നോക്കാൻ പറഞ്ഞേക്കണം എല്ലാവരോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ എല്ലാവരും ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ഇനി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സമയമായിട്ടില്ല. ഇനി അതിൻ്റെ ഇടയിൽ അവരുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തർത്തീബാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ നല്ല റാഹത്തോട് കൂടിയിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്തു കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മുടെ ബുറാക്ക് സംഘം ഫ്ലൈറ്റിലേക്ക് പോകാം കേട്ടോ. വിമാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വരിക്കാൻ പോവാണ്. ആമീൻ. آمين 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 دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ. ജബലുർ റഹ്മയുടെ മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. വെയിലുകൊണ്ട് ഇതെന്താണ് സംഭവം എന്ന് അറിയണില്ല. പിന്നെ സ്ത്രീകളുണ്ടായതുകൊണ്ട് കുടുംബ പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു മഹദി അവറുകൾ. ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട മക്കത്ത് വന്നു, ഹജ്ജിന് വന്നു. അറഫയിൽ വന്നപ്പോൾ വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ വന്നു. അങ്ങനെ ത്വായിഫിന്റെ ഭാഗത്ത് നുഅ്മാൻ എന്നൊക്കെ പറയും, ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നു. എത്ര ഇറങ്ങളെ 1,70,000 വരുന്ന സ്വർണം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം കൊണ്ടുവന്നതിന്റെ ഒരു അടയാളമാണ് ഒരു കെട്ട്. നമ്മളാ അണക്കെട്ട് എന്നൊക്കെ പറയൂലേ വെള്ളം കൊണ്ടുവരാന്, സുബൈദ കനാലി എന്നൊക്കെ പറയും. അതാണ് ഈ വലതു ഭാഗത്ത് കാണുന്നത്. പിന്നീട് മഹദിയുടെ മരണത്തിന് ശേഷം മഹദിയെ സ്വപ്നം കണ്ട സഹാബി വര്യർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞത്, അന്ന് മക്കയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരു കൊത്ത് ഭൂമിയിൽ കൊത്തിയപ്പോഴേക്ക് തന്നെ എന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആ സുബൈദ കനാലാണ് നമ്മളിപ്പോ കണ്ടത്. അല്ലാഹു തആല മഹദിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ
നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇടത് ഭാഗത്തേക്ക് നോക്കാൻ നിങ്ങള് റെയിൽവേ മെട്രോ ആണിത്. മെട്രോ റെയിൽവേ പാളം നമ്മളവിടെ അറഫയിൽ കാണിച്ചെന്നില്ലേ, റെയിൽവേ സ്റ്റേഷൻ കാണിച്ചെന്നില്ലേ, നിങ്ങൾ കാണുന്നുണ്ടൊക്കെ. അതിന്റെ റെയിൽവേ ആണ് ഈ ഇടത് ഭാഗത്ത് കാണുന്നത്. അല്പം കൂടി മുന്നിലേക്ക് നോക്കിയാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനും കാണാൻ കഴിയും. ചില സമയത്ത് മെട്രോ ട്രെയിൻ ഇതിൽ പോകുന്നതും കാണാൻ കഴിയാറുണ്ട്. റെയിൽവേ സ്റ്റേഷനാണ്ടോ ഈ കാണുന്നത്, കണ്ടില്ലേ ഇടത് ഭാഗത്ത്? ഇതാണ് ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇനി മുസ്ദലിഫയിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. മുസ്ദലിഫയിലേക്കാണ് നമ്മൾ എത്തുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ബസ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി മുസ്ദലിഫയിലേക്കാണ് നമ്മൾ എത്തുന്നത്. വലത് ഭാഗത്തേക്ക് നോക്കണേട്ടോ. നിങ്ങൾ ഉറങ്ങണുണ്ടോ? എന്തുറക്കാലേ. വലത് ഭാഗത്ത് നോക്കാണ് നിങ്ങള് പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മസ്ജിദാണ് മസ്ജിദ് മഷ്അറുൽ ഹറാം. മിനയില് കല്ലെറിയാൻ വേണ്ടിയിട്ട് ഹാജിമാര് കല്ലെടുക്കല് ഇവിടെ നിന്നാണ്. ഇപ്പൊ കല്ല് കാണൂല, ആ സമയത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ പള്ളിയും തന്നെ ഹജ്ജിന്റെ സമയത്ത് മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. മുസ്ദലിഫ രാപ്പാർക്കാന്ന് കേട്ടിട്ടില്ല നിങ്ങള് അല്ലേ? ഇനി പള്ളി നോക്കി, വലത് ഭാഗത്ത് പള്ളി നോക്കി കാണുന്നുണ്ടോ? എവിടെ? ഈ കെട്ടിന് നേരെ അപ്പുറത്ത് വലത് ഭാഗത്ത് നോക്കിട്ടോ. ചിലപ്പോ എണീറ്റ് നോക്കൊക്കെ വേണ്ടി വരും. പള്ളിയുടെ മിനാരങ്ങളാണ് ഈ കാണുന്നത്. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പള്ളിയാണിത്, മസ്ജിദ് മഷ്അറുൽ ഹറാം. അവിടെ മുന്നിൽ തന്നെ ഒരു പച്ച ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കാണീ, കണ്ടില്ലേ? ആ പച്ചയും വെള്ളയൊക്കെ ആയിട്ട് മസ്ജിദ് മഷ്അറുൽ ഹറാം കണ്ടോ? എവിടെ? ഇതാണ് മസ്ജിദ് മഷ്അറുൽ ഹറാം. ഈ പള്ളിയുടെ തൊട്ടുചാരത്താണ് കല്ല് കൊണ്ട് ഇടല്. ഇവിടെ നിന്നാണ് കല്ലെടുക്കാറ്. എന്തിന്? മിനയിൽ കല്ലെറിയാൻ വേണ്ടി. പള്ളിയുടെ വലിപ്പം കണ്ടില്ല നിങ്ങള്? ഇത് മസ്ജിദ് നമിറയെ പോലെ എപ്പോഴേ തുറക്കുള്ളൂ? ഹജ്ജിന്റെ സമയത്തെ തുറക്കുള്ളൂ. കണ്ടില്ല? ആരും കണ്ടില്ലേ? നിങ്ങൾ കണ്ടിക്കണോ? പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പള്ളിയാണ് ഏത്? മസ്ജിദ് മഷ്അറുൽ ഹറാം. അല്ലാഹു തആല ഇവിടെ നിരാപ്പാർക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുസ്ദലിഫിൽ രാപ്പാർക്കൽ കേട്ടിട്ടില്ലേ ഹജ്ജിന്റെ വേളയില്? അത് ഇവിടൊക്കെ തന്നെയാണ്. അല്ലാഹു തആല നമുക്ക് അതിന് അവസരം ഒരുക്കി തരുമാറാവട്ടെ. അതാണ് എന്ത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം. കണ്ടു എല്ലാരും കണ്ടോ? ഒരു ചെറിയ ഒരു വെള്ള പൊത്ത്, ഒരു കറുത്ത പൊത്ത്, ഒരു കുബ്ബായിട്ട് കണ്ടില്ലേ? എല്ലാ ഗുണങ്ങളും നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, ചേരുവാൻ കാണുന്നതാണ് ജിറാനയിലുള്ള പള്ളി കേട്ടോ. ജിറാനയുള്ള പള്ളി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ചരിത്രങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇജാബത്തുള്ള ഒരു മലയാണ് ജബലുർ റഹ്മ. അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് റബ്ബേ നിന്റെ ദർബാറിലേക്ക് ഉയർത്തുന്നത്. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകമാക്കപ്പെട്ട ഒരു ചരിത്രം ഇതിലൂടെ അന്തി ഉറങ്ങുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരൽപ്പം സ്വഹാബത്തും കഴിച്ചുകൂടിയ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ട ചരിത്രം. ഇസ്ലാമിന് വളരെയധികം ത്യാഗങ്ങൾ സഹിക്കപ്പെട്ട ഒരു സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനമായ രംഗത്ത് വന്ന ആ കാലഘട്ടം ഒരു നിലക്കും ഇക്കപ്പുറത്തില്ലാത്തൊരു സാഹചര്യം വന്നപ്പോ ഹബീബായ കാരണം മുത്തനബില്ലാത്ത മദീന അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. അത്രക്കും വലിയ പ്രിയമായിരുന്നു സഹാബത്തിന് ആരോട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന നിമിഷത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന പരിശുദ്ധ ഖുർആൻ റഹ്മത്തുള്ളാഹി. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാമത്തെ ഉംറ പൂർത്തിയാക്കാൻ വേണ്ടി ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പരിശുദ്ധ ഹറമിന്റെ തൊട്ടടുത്താണ് കേട്ടോ. ആമീൻ ആമീൻ ആമീൻ. ആമീൻ. രാജാവായ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളെ ബുറാക്ക് സംഘപ്പുള്ളത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളുടെ പള്ളിയിലാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്.
ഏകദേശം എല്ലാവരും 44-46 ആളുകൾ ഇവിടുന്ന് കൂടിയ ആളുകളൊക്കെ പാടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ 9 മണി 9:15 ആയപ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നമ്മളെ ബുറാക്ക് സംഘപ്പുള്ളത് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളിയുടെ ചാരത്താണുള്ളത്. ഞാൻ ധൈര്യമായിട്ട് ഇവരെ വീഡിയോ എടുക്കുന്നത്. ഇവരെല്ലാവരും അൽഹംദുലില്ലാ നല്ല ഹിജാബിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ ഇതേ തട്ടം ധരിച്ച് വേറെ ടീം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ മക്കളെ വേറെ അറിയും. അപ്പോൾ ഞാൻ ആ പള്ളിയും കൂടി നിങ്ങൾക്ക് കാണിച്ചത്. അവിടെ ഒരു ദാത്തിയും കൂടി ഉണ്ട്. അത് ബുർഖല്ലാത്ത നമ്മളെ കൂട്ടത്തിൽ പെടാത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പള്ളി ഇപ്പം ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചു തരും കേട്ടോ. അവരവിടെ ഫോട്ടോസ് എടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, അള്ളാഹു തആല നിങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലായിടത്തും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണുണ്ട്. ആ ദുആ ഞാൻ അല്ലാഹ് സ്വീകരിച്ചാൽ മതി. അല്ലേ, നമ്മൾ ദ്വാരക്കണില്ലേ അല്ലേ? നമ്മളെ റയ്യാൻ ഉംറ ഗ്രൂപ്പിലും റയ്യാൻ സ്വലാത്ത് ഗ്രൂപ്പിലും അവർക്കൊക്കെ നമ്മൾ ദ്വാരക്കണുണ്ടല്ലോ അല്ലേ. അള്ളാഹു തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് തവണ വരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവരും തന്നെ ഏകദേശം 44-45ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. പോയോ? അപ്പോൾ ഞാനിനി ആ പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതാണ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളി. എൻ്റെ കണ്ണട കൊണ്ട് ഞാൻ കാണായ ഇത് വർക്കൗട്ട് തന്നെയാണോ? ആണല്ലേ. അപ്പോൾ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത്ര വലുപ്പത്തിലാണ്, പക്ഷേ ഉള്ളിൽ നല്ല സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. ഇതാണ് പള്ളി ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മളെ സംഘം അത് കണ്ടു. ഇനി ഞങ്ങൾ ബസ്സിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുപോലെ എന്നാൽ അല്ലാഹു തആല എല്ലാവർക്കും ഇനിയും ഇവിടെ വരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വിവരങ്ങളൊക്കെ നാട്ടിൽ വീക്ഷിക്കുന്ന പാവപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ അവർക്കൊക്കെ ഈ സ്ഥലത്തൊന്ന് വരാനും കാണാനും ചരിത്രങ്ങളൊക്കെ പറയാനും പഠിക്കാനും ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കാനും എല്ലാത്തിനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.